ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നൈറ്റ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കുടിക്കാത്ത നമ്മുടെ ശ്രീകാന്ത് വരെ മൂക്കറ്റം കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. സച്ചി കുടിച്ചിട്ടില്ല. സച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ കുടിക്കില്ല. ആകെപ്പെട്ട് നിൽക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ഈ ഫംഗ്ഷൻ വെച്ച് തന്നെ നമ്മുടെ സച്ചിനെ കുടിപ്പിച്ച് കിടത്തിയിട്ട് ആ ഫോൺ എടുക്കാനാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും തുടങ്ങുമ്പോൾ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്തും ശ്രുതിയും സച്ചിയും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് മൂക്കറ്റം കുടിച്ചല്ലോ. അങ്ങനെ ശ്രീകാന്ത് പറയാണ്, എന്റെ പൊന്നു സച്ചിയേട്ടൻ ഈ ഡ്രസ്സ് സൂപ്പർ ആയിട്ട് ചേരുന്നത്. സുന്ദര കുട്ടപ്പനാട്ടോ സച്ചിയേട്ടന് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ഏടത്തിയും ചില്ലറക്കാരിയൊന്നുമല്ല, ഏടത്തെയും സൂപ്പറാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓ ഇവൻ വിചാരിച്ചാൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങിയിടാൻ പറ്റുമോ? ഞാൻ അധ്വാനിച്ച പൈസയും കൊണ്ടാണ് ഇവൻ ഇത് മേടിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയേട്ട നോർമൽ അല്ലേ? ശ്രുതിയേട്ടൻ നോർമൽ അല്ല. ഓ ഓരോടത്ത് ഇരിക്കാനും സമ്മതിക്കത്തില്ല. രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാടാ ഇതുപോലെ കുടിച്ചിട്ട് നടക്കുന്നത്? നാണമില്ലടാ നിനക്കൊക്കെയെന്ന് സച്ചി. ഭയങ്കര ഡീസന്റ് ആകട്ടെ നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും വീണ്ടും പാർക്കുമേറ്റ് വരികയാണ് കേട്ടോ. പാർക്കുമേറ്റ് വന്നിട്ട് ഓർമ്മയുണ്ടോ എന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അയാൾ വന്നപ്പോ തന്നെ നമ്മുടെ സച്ചിക്ക് കലി വന്നിട്ട് അവിടെ ഇന്ന് എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയാൾ അവിടെ പിടിച്ചിരുത്ത സച്ചിനെ. എന്നിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് ചോദിക്കാം. ഓർമ്മയുണ്ടോ എന്നെ? ഓർമ്മ കാണില്ല. എന്നാ പിന്നെ ഞാന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ റെഡിയാണല്ലോ. ചോദ്യം നമ്പർ 1, ആണിന് എന്തുകൊണ്ട് പെണ്ണിന്റെ പേരിടാത്തത്? അതിന്റെ കാര്യം എന്താണ്? നിന്നെ ഞാൻ ചവിട്ടി കൊല്ലൂടാ, നിന്നെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു? സച്ചി അവനോട്ട് ഒറ്റ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട്, ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, ഇനി വെള്ളം അടിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ കൊണ്ടുവന്ന ഒരു ട്രെയിനകത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഒരു ആളിങ്ങനെ കൊണ്ടുവരായിരുന്നു മദ്യം. അതെടുത്ത് 2 ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചിട്ട് നമ്മുടെ പാർക്കിനോട്ട് അങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഇത്രയും നേരം നീ എന്നോട് ചോദ്യം ചോദിച്ചു, ഇനി ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കാം കേട്ടോ. അതിന് നീ ഉത്തരം പറ. ഏത് ക്ലോക്കാടാ സമയം നമ്മളെ കൃത്യമായിട്ട് കാണിക്കുന്നത്? എല്ലാ ക്ലോക്കും കാണിക്കും. തെറ്റ്. എല്ലാ ക്ലോക്കും തെറ്റാ. ഒരു ക്ലോക്കും സമയം നമ്മളെ കാണിക്കില്ല. നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണുക ക്ലോക്ക്, നമ്മൾ അങ്ങോട്ട് പോയി നോക്കണം. അല്ല, വേറെ ചോദ്യം. ഫസ്റ്റ് നമുക്ക് പാല് തരും. ടീയും കോഫിയും തരാൻ പറ്റുമോ? ഇല്ലില്ല. ശരി, അത് വിട്. ഒരാള് ദോശ ചുടുവായിരുന്നു. പെട്ടെന്ന് ദോശ പറന്നുപോയി. എന്താണ് കാരണം? എനിക്കറിയില്ല. അയാളെ ചുട്ടത് പ്ലെയിൻ ദോശയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എനിക്ക് ഒരു പെഗ് കൂടി അടിക്കണം. ആ പെഗ് കൂടി അടിച്ചിട്ട് ഞാൻ ചോദ്യം ചോദിക്കാന്ന് പറയുമ്പോഴത്തേക്ക് പാർക്കുമേറ്റ് പറഞ്ഞു, അയ്യോ എന്റെ പൊന്നു ബോസ്, ഇനി അടിക്കരുത്. ഞാൻ അടിച്ചതൊക്കെ ഇറങ്ങിപ്പോയി. ഇനി ഞാൻ ഇങ്ങനെ അടുത്തേക്ക് പോലും വരത്തില്ല. ഞാൻ എസ്കേപ്പ് ആവും. എനിക്കിനി ഒരു ക്വസ്റ്റ്യനും വേണ്ട. പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പാർക്കുമേറ്റ് അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ. സച്ചി കുടിച്ച ഇച്ചിരി ഓവറാണല്ലോ. സച്ചി അവിടെ നിന്ന് ഓവറാക്കുക തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയും വർഷയും കൂടെ രേവതിയും വർഷയും ഭക്ഷണം കഴിക്കാൻ ഇവരെ മാറ്റിക്കൊണ്ടിരുത്തി ഭക്ഷണം കൊടുക്കാണ് കേട്ടോ. നമ്മുടെ സച്ചി കുടിക്കണമല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ രേവതി എടുത്തിരുന്നാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇവരെ മാറ്റിക്കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഏതായാലും രേവതി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് വർഷ ചോദിക്കുക, എന്താ നീ കഴിക്കാത്തത്? എന്താ രേവതി എടുത്തി? അതെ, സച്ചേട്ടൻ കുടിക്കുന്ന ഓർത്തിട്ടാണോ? അദ്ദേഹം കുടിക്കത്തില്ല. ഇന്ന് അദ്ദേഹം കുടിക്കില്ല എന്ന് എന്നോടും അച്ഛനോടും പറഞ്ഞതാ. അതുകൊണ്ട് കുടിക്കത്തില്ല. സച്ചേട്ടൻ അവിടെ തനിച്ചിരിക്കല്ലേ, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഒരു വിഷമം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ മീരേനെ വിളിക്കുക, ഇന്ന് വന്നേന്ന് പറഞ്ഞോണ്ട്. അപ്പോഴത്തേക്കും മീര പറഞ്ഞു, നിങ്ങൾ കഴിക്കട്ടോ, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പൊ രേവതി മനസ്സോടെ എന്തൊക്കെയോ വാരി കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയും മീരേനെയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പറയാ, സച്ചി കുടിക്കാൻ തുടങ്ങി. അപ്പം വർക്കൗട്ട് ആയോ നമ്മുടെ പ്ലാന്? എന്നാ ഇനിയിപ്പോ ഫോൺ എടുക്കാലോ. അതെ, ഇനിയിപ്പോ ഫോൺ എടുക്കാം. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാമോ മീരെ, അവനൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. ഉടനെ തന്നെ ഫോൺ എടുക്കണം. ഏതായാലും ഈ സമയത്ത് ശ്രീകാന്തിനെ കാണിക്കണം. ശ്രീകാന്ത് മൂക്കറ്റം കുടിക്കുകയാണ് കേട്ടോ. ശ്രുതി അതിനേക്കാളും മൂക്കറ്റമാണ് കുടിക്കുന്നത്. തലയറ്റെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കുടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പുള്ളിക്കാരന്റെ പേരന് അഭിലാഷ് സാറിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരന് ഭയങ്കര കുടിയാണ് കേട്ടോ. ഒരു ബിസിനസ്മാൻ ഇങ്ങനെയൊക്കെ കുടിക്കും, എന്തോ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ സുധീനെ മിക്കവാറും 3G ആക്കാൻ വന്ന ആരോ ആണ് ഈ അഭിലാഷ് സാർ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി കുടിച്ചിട്ട് നേരെ അഭിലാഷ് സാറിന്റെ അടുത്ത് വന്ന് ഇരിക്കാം. എല്ലാം വെട്ടി തുറന്ന് പറയുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അങ്ങനെ നമ്മുടെ അഭിലാഷ് സാറിന് ഒരു നമസ്കാരം ഒക്കെ കൊടുത്തു.
എന്നിട്ട് അഭിലാഷ് സാർ ഇപ്പൊ ചോദിച്ചു, ഇത് സച്ചി കഴിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചോ? ആ ഞാനേ എങ്ങനെയാ കേൾക്കാതിരിക്കുന്നത്, സാറ് വലിയൊരു ബിസിനസ്സുകാരനല്ലേ, അപ്പൊ കേൾക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ മര്യാദകേടായി പോകൂലേ? അല്ലേടാ സുധി? ആ കറക്റ്റ് സച്ചി, കറക്റ്റ്. അല്ല സച്ചേട്ടൻ എത്ര കഴിച്ചു സച്ചേട്ടാ എന്ന് ശ്രീകാന്ത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു 4 4 4. അപ്പൊ ചുറ്റും നിന്നവരെല്ലാം കൈ കൊട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. 4 അടിച്ചെന്ന് പറഞ്ഞു. പാട്ടി പൊളി, സൂപ്പർ ആയിട്ടുണ്ട്, മൊത്തം കുടിയന്മാരാണല്ലോ. ഏതായാലും ഈ സമയത്ത് പാർട്ട്മേറ്റ് ആണെങ്കിൽ കൈ കൊട്ടിയപ്പോഴത്തേക്കും എടാ നിന്നോട് ആരാടാ മിണ്ടാൻ പറഞ്ഞത്, ചോദ്യം തീർന്നിട്ടില്ല, ഇനിയും ചോദ്യമുണ്ട്. ലോകത്തിലെ എല്ലാവരും സമന്മാരായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഇടം ഏതാടാ? അയ്യോ എന്റെ പൊന്നു ബോസ്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങാം. അപ്പൊ സച്ചു പറഞ്ഞു അത് പറഞ്ഞിട്ടില്ല, നീ പറഞ്ഞിട്ട് ഉറങ്ങിയാ മതി. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു ശ്മശാനമല്ലേ? അത് മരിച്ചാല് ജീവിച്ചിരിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, അറിയോ? അഭിലാഷ് സാറിന് അറിയോ? അപ്പൊ അഭിലാഷ് സാർ പറഞ്ഞു എനിക്കറിയില്ല. മുടി വെട്ടുന്ന ഇടം ബാർബർ ഷോപ്പ്. അപ്പോഴത്തേക്കും നമ്മുടെ അഭിലാഷ് സാർ അടി സൂപ്പർ എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊട്ടുന്നുണ്ട്. എന്നാൽ അഭിലാഷ് സാറും സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട്, തകർത്ത് അഭിനയിക്കാൻ കേട്ടോ. അങ്ങനെ കുടിയന്മാരുടെ ഒരു മുഖേന്ദ്രമായിട്ട് ആ ഒരു ചെറിയ പാർട്ടി സ്ഥലം മാറുകയാണ്. അതുപോലെ കുടിച്ചു കൂത്താടെയാണ് അവിടെയുള്ള എല്ലാവരും. നമ്മുടെ സച്ചിനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സച്ചി അങ്ങനെ ഒരു പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ. ഞാൻ സന്തോഷത്തോടെ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞ്, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓ കൊണ്ടുവാ, ലാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൈകൊട്ടുമ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, കേൾക്കണം കാണണം, എന്തൊക്കെ കണ്ടാലേ എന്തൊക്കെ കേട്ടാലാ. ഏതായാലും അഭിലാഷ് സാർ എന്തോ ഒരു സംതിങ് റോങ് ആണ്. ഒരു ബിസിനസ്മാനും ഇതുപോലെ ഒരു മീറ്റിംഗിൽ വന്നിരുന്ന് കള്ളു കുടിക്കത്തില്ല. ശ്രുതിക്കുള്ള പണി പാലും വെള്ളത്തിൽ നമ്മുടെ അഭിലാഷ് സാർ കൊണ്ടുവരുന്നുണ്ട്. മിക്കവാറും ഈ ഉണ്ടാക്കിയ പാർട്ടിയും 5 ലക്ഷം രൂപയ്ക്ക് പാർട്ടി വെച്ചിരിക്കുന്നത്, അത് വെള്ളത്തിലായി കടം കയറാനുള്ള ചാൻസാ കൂടുതല്. ഏതായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ആ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ സച്ചിയും ശ്രുതിയും അല്ല ശ്രുതി അല്ലല്ലോ സോറി ശ്രീകാന്തും നമ്മുടെ അഭിലാഷ് സാറൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ തലയിൽ വെച്ചിട്ട് ആ ഒരു പാട്ടിന്റെ ആ ഒരു സിറ്റുവേഷൻസ് ഇല്ലേ, ശാന്തമീ രാത്രിയിലത്തെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു അടിപൊളി ഒരു സീനാട്ടോ കാണിക്കുന്നത്. ആ പാട്ടോട് കൂടിയ ഒരു സീനും നമ്മുടെ സച്ചി ശ്രീകാന്തും ശ്രുതിയൊക്കെ ഡാൻസ് കളിക്കുന്നതൊക്കെ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ പാട്ടിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുക, ഫോണൊന്ന് കൈക്കലാക്കാൻ അതിനുപോലും പറ്റുന്നില്ല. പിന്നെ ശ്രുതി കുടിച്ചത് കണ്ടിട്ടാണ് കലിയും വരുന്നുണ്ട്, പക്ഷെ കുടിക്കണ്ടെന്ന് പറയാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥ. ഈ സമയത്ത് പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കരയാനങ്ങ് തുടങ്ങിയില്ലേ, ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്. വേറെ ആരുമല്ല നമ്മുടെ സച്ചി കരയുന്നത് കണ്ടപ്പോഴത്തേക്കും അഭിലാഷ് സാർ ചോദിച്ചു ഇതെന്തു പറ്റി സച്ചി നീ കരയുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കരയുന്നു, ശ്രീകാന്ത് കരയുന്നു, ഇവര് 3 പേരും കരച്ചില്. അപ്പോഴേക്കും അഭിലാഷ് സാർ പറഞ്ഞു ഇതെന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? പറയൂ മാൻ പറയൂ, എന്തിനാ കരയുന്നത്? അത് പിന്നെ ഞാൻ കരയുന്നത് വേറെ ഒന്നിനുമല്ല, എന്റെ പൊന്നു സാറെ, എനിക്ക് 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 സങ്കടം വരിക. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഞങ്ങൾ ഇടമില്ലാത്തവരാ സാറെ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കരയും, ഞങ്ങൾ കരയും, കാരണം ഇവൻ കരഞ്ഞ് എനിക്ക് വിഷമം വരുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു മിണ്ടാതിരിക്കാൻ, ഓട്ടക്കാരാണ്. അപ്പോഴത്തേക്കും അഭിലാഷ് സാറ് ഓട്ടക്കാരനോ, ആരാ ഈ ഓട്ടക്കാരൻ? അത് പിന്നെ ഒരു ഓട്ടോക്കാരൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ട് സാറേ, അതാ സച്ചി പറഞ്ഞത്. അപ്പോഴത്തേക്കും വീണ്ടും സച്ചി കരയുക, എന്താടാ പറ്റിയത് നീ പറ. അത് പിന്നെ സാറ് നല്ലൊരു മനുഷ്യൻ, സാറിനെ ഓർക്കുമ്പോ സങ്കടം വരുമോ, അയ്യോ സാറിനെ പോലെ ഒരാളെ ഞങ്ങള്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതിക്ക് കാര്യം മനസ്സിലായി, കാര്യങ്ങൾ തുറന്നു പറയാനാണെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ വിളിച്ചപ്പോഴത്തേക്കും ഇല്ല, എനിക്ക് കുറ്റബോധം തോന്നുക സാറേ, ഞാൻ സാറിനോട് കള്ളം പറഞ്ഞു സാറേ, ഇത്രയും നല്ലൊരു മനുഷ്യനോട് കള്ളം പറയാൻ പാടുണ്ടോ സാറേ? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, വാ വന്ന് ഭക്ഷണം കഴിക്കാൻ വാ, പോടാ ഓട്ടക്കാരെ പോടാ. ഈ നല്ല മനുഷ്യനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കബളിപ്പിക്കാൻ പാടില്ലായിരുന്നു. അപ്പം അഭിലാഷ് സാർ ചോദിക്കുന്നുണ്ടേ എന്താ ഈ പറയുന്നത് സച്ചി, എന്താ? അത് പിന്നെ സാറ്, ഞങ്ങള് സത്യം പറയട്ടെ, ഞാൻ പറയാം സാറേ സത്യം, ഞാൻ ഒരു ട്രാവൽ ഏജൻസി ഉടമയൊന്നും അല്ല, ഞാൻ ട്രാവൽ ഏജൻസി ഉടമ ഇട്ടിട്ടില്ല സാറ്, ഞാൻ വെറും 2 കാറും കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന് 50 കാറൊന്നും എനിക്കില്ല സാറ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ കിളി പാറിട്ടോ, ശ്രുതി ഇവൻ നശിപ്പിക്കും ശ്രീകാന്ത്, എല്ലാം തുറന്നു പറഞ്ഞു ശ്രീകാന്തെന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ വീണ്ടും നമ്മുടെ സച്ചി പറയാ അതെ ഞാനൊരു കാർ ഡ്രൈവറാ സാറേ, പാവം കാർ ഡ്രൈവർ, 2 കാറ് മാത്രമേ എനിക്കുള്ളൂ,
അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി നിർത്തണ, എന്താടാ നീ കിടന്ന് പറയുന്നത്, എന്റെ ജീവിതം നശിപ്പിക്കുന്നോടാ, നിർത്തണ അവിടെ നിന്ന് കിടന്ന് ഭയങ്കര പറച്ചില്ല. ശ്രുതി ആണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ആകെ പടക്കിളി പാറി നിൽക്കാണ്. ഈ സമയത്ത് അഭിലാഷ് സാറ് ചോദിക്കുക, സത്യമാണോ സച്ചി നീ പറയുന്നത്, സത്യമാണോ? അതെ സാറേ, ഈ കോട്ട് കണ്ടോ, ഈ കോട്ടൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാ സാറേ ഇടുന്നത്. ഞാനൊരു സാധാരണക്കാരനാണ് സാറേ, ഞാനൊരു വെറും സാധാരണക്കാരൻ. എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഒരു വെറും പൂ വിൽക്കുന്ന പൂ വിൽപ്പനക്കാരിയാ സാറേ. എന്റെ ഭാര്യയ്ക്ക് മാർക്കറ്റ് ഒന്നുമില്ല, പൂ മാർക്കറ്റ് ഒന്നുമില്ല, ബിസിനസ് ഒന്നുമില്ല. ഇത് എന്റെ അനിയനുണ്ടല്ലോ, ഒരു സ്റ്റാർ ഹോട്ടലിന്റെ ഓണർ ഒന്നുമല്ല, അവനൊരു റെസ്റ്റോറന്റിലെ ഷെഫ് കുക്കിംഗ്. അവന്റെ കൂടി കണ്ട അറിയത്തില്ലേ, അവൻ ഒരു നിലവാരം ഇല്ലത്തില്ലെന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ശ്രുതിയും ശ്രീകാന്തും കൂടെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായിട്ടോ. ഏതായാലും ഈ സമയത്ത് അഭിലാഷ് സാർ ചോദിക്കും, എന്തിനാ കള്ളം പറഞ്ഞത്? അത് പിന്നെ ഈ ശ്രുതി ഉണ്ടല്ലോ, ഇവന് വേണ്ടി ഞാൻ ഈ കള്ളമൊക്കെ പറഞ്ഞത് സാറേ, ഇവനെ ഒറ്റ ഒരുത്തിനാ സാറേ എന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ക്ഷമിക്കണം എന്നും പറഞ്ഞ് കൈകൂപ്പി ഇങ്ങനെ വെച്ചെന്ന് നിൽക്കാൻ കേട്ടോ. എന്നെ സച്ചു പറഞ്ഞ്, തെറ്റായി പോയി സാറേ, കള്ളം പറയാൻ പാടില്ലായിരുന്നു സാറേ, ക്ഷമിക്കണം സാറേ, അവനോട് ക്ഷമിക്ക് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭയങ്കര കരച്ചിൽ. ഏതായാലും നമ്മുടെ ശ്രുതിയുടെ ഡീലിങ്ങും പോയി, ശ്രുതിയുടെ ബിസിനസ്സും പോയി, എല്ലാം പോയി. എന്ത് ചെയ്യാനാണ്? ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, മദ്യം ഉള്ളി ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഇവനൊരു ഭ്രാന്ത സാറേ, കോടീശ്വരന്മാർക്ക് മാത്രം വരുന്ന പ്രത്യേക ഒരു ഭ്രാന്ത്, അങ്ങനെ ഉള്ളതാ സാറേ, ഇവ പറയുന്ന ഒന്നും വിശ്വസിക്കരുത് സാറേ എന്നൊക്കെ പറയാപ്പോഴത്തേക്ക് സച്ചി, ഭ്രാന്തൊന്നുമല്ല, നീ അല്ലേടാ പറഞ്ഞത് ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഇവന്റെ ആഗ്രഹമായിരുന്നുള്ളൂ ഈ ഡീലർഷിപ്പ് കിട്ടുക എന്നുള്ളത്. അത് ഞങ്ങൾ കാരണം കിട്ടാതിരിക്കണ്ടെന്ന് ഓർത്ത് ചെയ്തതാ സാറേ, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കട്ടെ എന്ന് ഓർത്ത് ചെയ്തതാ സാറേ എന്ന് പറഞ്ഞു വീണ്ടും. ഏതായാലും ഇതെല്ലാം കണ്ട് കേട്ട് നമ്മുടെ അഭിലാഷ് സാറിനെല്ലാം മനസ്സിലായി. എങ്കിലും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്റെ ചേട്ടൻ പാവ സാറേ, അവനെ 7 ഡിഗ്രി ഉണ്ട്, അവൻ നന്നായിട്ട് വർക്ക് ചെയ്യും, അവൻ നല്ല ബിസിനസ്സിൽ നല്ല ഉന്നമനത്തിലെത്തും, അതെനിക്ക് ഉറപ്പാ. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങളെ കുറിച്ച് ഓർത്ത് അച്ഛന് അഭിമാനം ഉണ്ടെന്ന്. അതുകൊണ്ട് സാറേ, നേരായ മാർഗത്തിലൂടെ അവന് ഈ ഡീൽ കൊടുക്കണം സാറേ, അവന് തന്നെ ഇത് കൊടുക്കണം സാറേ, അത് നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം സാറേ, കള്ളം പറഞ്ഞിട്ടാവരുത്. കാരണം എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ശ്രുതിയായിട്ട് തീർന്നില്ലേ സാറേ, തീർന്നില്ലേ? അന്ന് എന്റെ ശ്രുതിയേട്ടന്റെ ബിസിനസ് എല്ലാം അവസാനിക്കില്ലേ? അതുകൊണ്ടാ സാറേ, എന്റെ ശ്രുതിയേട്ടനെ പാവ സാറേ, എന്റെ ശ്രുതിയേട്ടന് തന്നെ ഈ ഡീലർഷിപ്പ് കൊടുക്കണം സാറേ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും കിടന്നങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അഭിലാഷ് സാറ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാ പറയുന്നത്. അപ്പോഴത്തേക്ക് അഭിലാഷ് സാറ് പറഞ്ഞു, ഒരാൾക്ക് വേണ്ടി കുടുംബം ഒന്നാകെ കള്ളം പറഞ്ഞില്ലേ, പക്ഷേ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതെ സാറേ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറ്റബോധം തോന്നിയല്ലേ? കുറ്റബോധം തോന്നി സാറേ. അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞു, അപ്പൊ നിങ്ങളൊരു നിഷ്കളങ്കൻ തന്നെയാ? അതെ, ഞാൻ നിഷ്കളങ്കനാ. നല്ലതാ. അതെ, നിങ്ങൾ വെറും ഇന്നസെന്റാ. ഞാൻ ഇന്നസെന്റാ. പക്ഷെ സിനിമയിലെ ഇന്നസെന്റ് അല്ല കേട്ടോ. സിനിമയിലെ ഇന്നസെന്റ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. യു ആർ റിയലി ഗ്രേറ്റ്. നിങ്ങൾ സത്യസന്ധന. ശ്രുതിക്ക് ഈ ഡീലർഷിപ്പ് നൽകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഉറപ്പായ കാര്യം തന്നെയാ. ശ്രുതിക്ക് ഈ ഡീലർഷിപ്പ് തന്നെ ഞാൻ തരും. പിന്നെ നിങ്ങള് ഇപ്പൊ എനിക്ക് ഈ ഡീലർഷിപ്പ് വേണമെങ്കിൽ മാറ്റാം, പക്ഷെ മാറ്റിക്കഴിഞ്ഞാൽ പഴി കേൾക്കേണ്ടത് സച്ചി ആയിരിക്കും. നല്ല മനുഷ്യരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. അതെ, നന്ദി സാറേ. എന്നാ പിന്നെ ഞാൻ എന്റെ തീരുമാനം മാറ്റി, നിങ്ങൾക്കത് വിഷമാവില്ലേ? വിഷമാവും സാറേ, വിഷമാവും. അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം മാറ്റിയിട്ടില്ല സച്ചി. നിങ്ങൾ ഇത് സത്യസന്ധമായിട്ട് എന്നോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഒന്നും കൂടെ ഊട്ടി ഉറപ്പിച്ചതേ ഉള്ളൂ. ശ്രുതി തന്നെയാണ് എന്റെ കേരളത്തിലെ ഈ എല്ലാ ബിസിനസിന്റെയും ഓണർഷിപ്പ് ഡീലർഷിപ്പ് കൊടുക്കാൻ പോകുന്നത് ശ്രുതിക്ക് തന്നെയാണ് എന്നും പറഞ്ഞ് അവിടെ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഏതായാലും സച്ചി ഭയങ്കര കരച്ചില്. അങ്ങനെ അയാൾ പറയുക, ഇങ്ങനെ ഒരാളുള്ളടുത്ത് കള്ളത്തരവും ജാതിയൊന്നും നടക്കത്തില്ല. പിന്നെ ശ്രുതി, നിന്നെ ഞാൻ വിശ്വസിക്കുക, ഇതുപോലെ ഒരു അനിയനാണല്ലോ നിനക്കുള്ളത്. നീ നിന്റെ അനിയനെ പോലെ ആകാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം. നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട് സാറേ. നന്ദിയുണ്ട് സാറേ, എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ, വളരെ നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഭയങ്കര കരച്ചില്. സത്യമായിട്ടും ഇന്നത്തെ നമ്മുടെ കഥ വെറും ഓവർ ആകുകയാണ് കേട്ടോ. കാരണം സച്ചിയുടെ ഓവർ അഭിനയം കണ്ടിട്ട് സച്ചിന് ചിരി വരിക. അതുപോലെ നമ്മുടെ സച്ചി ഓരോന്ന് പറയുന്നതും കാണിക്കുന്നതും. ഏതായാലും ഡീലർഷിപ്പ് ഒക്കെ കിട്ടി. ഇനിയിപ്പം നമ്മുടെ സച്ചിയുടെ കാര്യത്തിന് ഒരു തീരുമാനമാകാൻ പോവാണ് കേട്ടോ. ഏതായാലും നമ്മുടെ വർഷയെ ശ്രീകാന്തിനെ കുറേ വഴക്കൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ
ശ്രുതിയും മൂക്കറ്റ കുടിച്ചല്ലോ, അതിന്റെ പുറകെ ശ്രുതിയും നടക്കാണ്. അതിന്റെ കൂടെയാണ് സച്ചിനെ കണ്ടിട്ട് രേവതിക്ക് ഭ്രാന്തളകിട്ട് നിങ്ങൾ കുടിച്ചല്ലേ, നിങ്ങൾ എന്താ പറഞ്ഞ് കുടിക്കുമല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അച്ഛനും എനിക്കും വാക്ക് തന്നിട്ട് നിങ്ങൾ കുടിച്ചല്ലേ, വൃത്തികെട്ടവനെ, നിങ്ങളെ ഉണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞ് കയറിപ്പോ തുടങ്ങുമ്പോ എന്റെ ചക്കരയല്ലേ, എന്റെ പുന്നാരയല്ലേ നിക്കവിടെ. അത് പിന്നെ ഞാൻ കുടിച്ചതൊന്നും അല്ല, അതിനിടയ്ക്ക് ഒരുത്തൻ കയറി വന്ന് എന്നെ കുടിപ്പിച്ചതാ. ഓ പിന്നെ ചുമ്മാ ഓരോ കള്ളം പറയല്ലേ. അയ്യോ പോകല്ലേ രേവതി, എനിക്ക് കുടിക്കേണ്ടി വന്നതാ, ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറിയതാ. ഞാൻ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുത്തനെ ഞാൻ കൊന്നേനെ, അത് ഉറപ്പായ കാര്യമാണ്. അല്ല ഞാൻ കുടിച്ചത് നല്ല കാര്യമല്ലേ, എന്ത് നല്ല കാര്യം, എന്താ നല്ല കാര്യം? അതെ അഭിലാഷ് സാറ് നമ്മൾ വേഷം കെട്ടിയതാണെന്ന് സത്യമൊക്കെ വിളിച്ചു പറഞ്ഞു. എന്താ ചച്ചേട്ടാ ഇത് സത്യം പറഞ്ഞെന്നോ? ആ സത്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? എന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. സച്ചി നല്ലവനാ, നിഷ്കളങ്കനാ, സത്യസന്ധനാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളോടുള്ള മതിപ്പും കൂടി. അതുകൊണ്ട് തീരുമാനം മാറ്റിയില്ല. അഭിലാഷ് സാർ പറഞ്ഞു ശ്രുതിക്ക് വേണ്ട ഡീലർഷിപ്പ് അത് കൊടുക്കാമെന്ന്. ഇത് സത്യം തന്നെയാണോ സച്ചേട്ടാ? ഞാൻ എന്തിനാ രവതി കള്ള പറയുന്നത്? ഇത് സത്യം തന്നെയാ. നിനക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ? അല്ല എന്നാലും കുടിച്ചിട്ട് വന്നിരിക്കുക. എന്തുവാ സച്ചേട്ടാ ഇത്, ബാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് വലിച്ചു കയറ്റിക്കൊണ്ട് പോവുക നമ്മുടെ രേവതി. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കോമഡിയാണ്, ഒരു ഓവർ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സച്ചിയുടെ ഓവർ അഭിനയമാണ്, എല്ലാവരുടെയും ഓവർ അഭിനയം തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ബോറൊക്കെ അടിക്കാതിരുന്ന് കാണുക. കഥയല്ലേ, കഥയിൽ ചോദ്യമില്ലല്ലോ, എന്നും എപ്പോഴും ഒരുപോലെ ആണെന്നില്ലല്ലോ. ഇന്നിപ്പോ ഇച്ചിരി ഒരു ബോറാണെങ്കിലും നാളത്തെ ദിവസം ഇനിയിപ്പോ അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ശരത്തിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ്. നമ്മുടെ ശ്രുതി ആ ഫോൺ എടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടെ നമ്മുടെ മഴതൊരു മുമ്പേയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഫുൾ വിശേഷം അടിപൊളി വിശേഷമാണ്. നമ്മുടെ അലീനെ പോലീസ് പൊക്കിക്കൊണ്ട് പോയേക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാനും മറക്കരുത്.